മോളെ, എന്തൊരു കടപ്പായത്. നീ ഇന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്നെ തൊട്ട് പോരുത്. ഞാൻ തൊട്ടില്ല. നിങ്ങൾ ചതിയനാ, എന്നോട് സംസാരിക്കണ്ട. അയ്യോ മോളെ, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ നിരപരാധിയാ. നിങ്ങൾ എനിക്ക് അറിയാവുന്നോണ്ടാ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇനിയും നീ എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ വീണ്ടും ബോധം കെടും. ഇപ്പൊ തന്നെ ആരുടെയൊക്കെ പേരിൽ എന്തൊക്കെ ആരോപണങ്ങൾ വരുന്നു. അതൊന്നും സത്യമല്ലല്ലോ. അതുപോലെ തന്നെ ഇതും. അല്ല, തീ ഇല്ലാതെ പുകയുണ്ടാവില്ല എന്ന് എന്റെ അമ്മ എപ്പോഴും പറയും. എന്റെ മോളെ, ഈ തീ കത്തിച്ചത് ഞാനല്ല. നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്ന് വിശ്വസിക്കും. എങ്കി പറ, ആരാ അവള്? എനിക്കറിഞ്ഞൂടാ. ഞാൻ ഓഫീസിൽ പോണു. അവളുടെ അടുത്തേക്കായിരിക്കും അല്ലേ പോണത്? ദൈവമേ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ അവേദത്തിന്റെ കഥയറിഞ്ഞ ഞാൻ പിന്നെ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല. അന്ന് സ്വപ്നത്തിൽ ഏതാണ്ട് ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞപ്പോഴേ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നിങ്ങൾ നീ കാണിക്കണേ? നെഞ്ചത്തടിച്ചതാ. എന്നിട്ട് ശബ്ദം ഒന്നും കേട്ടില്ലല്ലോ. നിങ്ങൾ അതുകൂടെ പാടല്ലേ എന്നെ പറ്റിക്ക. അരിക്കലം കണ്ടു ഞാൻ, അരിയുണ്ട തിന്നു ഞാൻ, അരിക്കായി കാത്തിന്ന്. മൊത്തം കല്ലാന്നല്ലോ. ഇവർക്കൊക്കെ തെങ്ങിന് ഇച്ചിരി വളവിട്ടാലെന്താ ഒരു ഓഞ്ഞ മടല്. ഞാനോ തെങ്ങ്. അയ്യോ, എവിടുന്ന് കിട്ടി? ഏത് പറമ്പിൽ കയറി? ഏത് പറമ്പിന്നാട്ടാ കഞ്ഞി വെക്കണൊക്കെ ഞാൻ ഇതുപോലെ ഓലയും മടലും ഒക്കെ കൊണ്ടുവരണം. എന്റെ മോനുണ്ടല്ലോ ഇവിടെ ഗ്യാസ് കൊണ്ട് നിറച്ചു വെച്ചേക്കാൻ. ആശുപത്രിയിൽ എന്തൊരു ക്യൂ ആടാ. നിന്ന് ഞാൻ കുഴഞ്ഞ് ചെല്ലുമ്പോ കുറച്ച് മോളെ പെറുകിട്ട്. മോളെ അല്ല അമ്മച്ചി, പാരസെറ്റമോളമ്മ. നിന്റെ അത്രയും വിദ്യാഭ്യാസം ഒന്നും എനിക്കില്ല. ആ മോളെ പെറുക്കിയും തരും. ഇവിടെ ആണെങ്കിൽ ഒരു ചെമിടി ഇരിക്കുന്നു. എന്നാ പിന്നെ അതിന് എടുത്തൊക്കെ തിന്നാ പോലായിരുന്നോ? നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എടുക്കണ്ടേ? അതിനാ ഞാൻ മേടിച്ചു വെച്ചേക്കുന്നേ. അത് കൊള്ളാതെ. ഞാൻ എടുത്ത് തിന്നായിരുന്നല്ലോ. മഞ്ഞപ്പാട്ടേന്നാന്നോ ചുവന്ന പാട്ടേന്നാന്നോ? മഞ്ഞപ്പാട്ടേന്നാന്നോ? അയ്യോ, അത് ഞാൻ നേരത്തെ മേടിച്ചു വെച്ചാടാ. ചുമന്ന പാട്ടല്ലേ ഇപ്പൊ കിട്ടുന്നല്ല, അതിലാ വെക്കുന്നേ. ആണോ? അപ്പൊ അതിന്റെ ബാക്കി ഇരുന്നൊരു നീരട്ടപ്പയാ? അത് എന്റെ അച്ഛനുള്ള കാലത്ത് മേടിച്ചു വെച്ച മരുന്നുകളാ. അങ്ങനെ പറ. അപ്പൊ എന്റെ അച്ഛൻ പാരസെറ്റമോൾ കഴിച്ചാണ് മരിച്ചത്. നീ ഇതുവരെ കല്ലിനകത്തിലെ അരി പെറുക്കിയില്ലേ? അല്ല, അരിക്കകത്തിലെ കല്ല് പെറുക്കിയില്ലേ? ഇതിനകത്ത് മൊത്തം അല്ല. ഞാൻ ഇതിന് അരി മാത്രം പറക്കി വെക്കുന്നതിന് റേഷൻ കടയിൽ നിന്ന് ചുമ്മാ ഇച്ചിരി അരി വന്നപ്പോ മേടിച്ചോണ്ട് വന്നതാ. പൈസ കൊടുത്ത് മേടിച്ചോന്നും അല്ല. അല്ല, കല്യാണം മാറ്റി വെച്ചിട്ടുണ്ട് വീഡിയോ കള്ള കല്ല്. എനിക്ക് നിങ്ങൾ തന്നെ നോക്കുന്ന 10-30 വയസ്സ. എനിക്ക് കണ്ണും കടയൊന്നും കാണത്തില്ല. 30. അപ്പൊ എനിക്ക് എത്രയായി? നിനക്ക് 26 അല്ലേ? 2ാം ക്ലാസ്സിലാണ് എന്നെ പ്രസവിച്ചേ. അയ്യോ, നമ്മളെ കണക്ക് എപ്പോഴോ തെറ്റി. 2ാം ക്ലാസ് 4ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേ കണക്കുകൾ കുറച്ച് തെറ്റും. അമ്മയെ പാപ്പിച്ച നടക്കുന്ന മോനെ പാപ്പിച്ച നടക്കണ്ട. വീട്ടിൽ പൂട്ടാ നീ കുറച്ച് പീഡന്താ. നിനക്ക് പീഡം ഞാൻ തന്നിട്ടില്ലടാ. നിനക്ക് ഞാൻ പീഡം തന്നിട്ടില്ലേ? ആവശ്യത്തിന് പീഡം തന്നാ നിന്നെ ഞാൻ വളർത്തിയത്. അവന് പീഡം വേണമെന്ന് കൊടാരുന്ന് പീഡം കൊടുക്കാന്. എന്തിനാ ഈ റേഷൻ കട ദാരിദ്ര്യൊക്കെ പിടിച്ച് താഴെ അരിയൊക്കെ മേടിച്ചോണ്ട് വരുന്നു നിങ്ങൾ? അയ്യോ, എന്റെ മക്കൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ. അതേ ഇച്ചിരി പൈസ എടുത്തോണ്ട് വാ. ഞാൻ പോയി നല്ല അരി സാധനം മേടിച്ചോണ്ട് വരാം. എന്റെ മക്കൾക്ക് കഞ്ഞിയും കറിയും വെച്ച് തരാ. ഞാൻ നിങ്ങളുടെ ഒറ്റ ഒരാളാ എന്നെ മാനസികമായിട്ട് നിങ്ങൾ തളർത്തുന്നു. നിന്നെ ഞാൻ മാനസികമായിട്ട് തളർത്തും. കാരണം എന്താണെന്നറിയോ? നിനക്ക് ലക്ഷ്യം വേണം. അവിടെ ലക്ഷ്യം. എനിക്ക് ലക്ഷ്യബോധമൊക്കെ ഉണ്ട്. ലക്ഷ്യം ഉണ്ടല്ലോ. വൈകുന്നേരം ആകുമ്പോ ഇവിടുന്ന് ഇറങ്ങിയപ്പോ ആരെങ്കിലും സോപ്പിടും, 2 ഗ്ലാസ് കുടിക്കും, ഇങ്ങി വരും, 4 കാലം തന്തപ്പോടെ തന്നെ. അതാ നിന്റെ ലക്ഷ്യം. എന്റെ 2 അടിക്കാൻ പോലും എന്റെ പൈസ. പിന്നെ ഞാൻ ഇതിനെ പോയി അടിക്കും. നിനക്ക് എന്തിനാടാ പൈസ? നീ അങ്ങോട്ട് ഇറങ്ങിയാ പോരെ. നിന്റെ കൂട്ടുകാരുണ്ടല്ലേ പ്രതീക്ഷ, അവൻ ഇങ്ങോട്ട് വരും. അവന്റെ കൂടെ അങ്ങ് കേറും, വെള്ളം അടിക്കാലോ. എടാ ചെറുക്ക, അവരുടെ കയ്യിലൊക്കെ പൂത്ത പൈസയുണ്ട്. നിന്റെ കിഷ്ണിയോ കരളോ ഒക്കെ പോയി കഴിഞ്ഞാലേ എന്റെ കയ്യിലില്ല പൈസ നിന്നെ ചികിത്സിക്കാനേ. കിഷ്ണി പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാ നിനക്ക് നല്ലത്. പോലൊരു പന്ന ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ല. അവന്റെ കൂടെയുള്ള കൂട്ടുകെട്ട് നീ അങ്ങ് നിർത്തിയേക്ക്. നിന്റെ അമ്മയാ പറയുന്നത്, നിന്റെ നല്ലതിന് വേണ്ടിട്ടാ പറയുന്നത് കേട്ടോ. അവനോട്ട് ഒരു കൂട്ടുകെട്ടും വേണ്ട. ഒരു വൃത്തികെട്ടച്ച്. ഞാൻ പറഞ്ഞത് വല്ല അവനോട് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും. നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കുന്നത്? ഫോൺ ചാർജ് ഇല്ല. അതെ, ബാറ്ററി ചത്തായിരിക്കും. ബാറ്ററി ചത്തതാ?
ഫോൺ കാണിക്കും. ഫോൺ അത് ഒരാൾ അനുവാദം ഫോണൊക്കെ എടുക്കുന്നത് ഭയങ്കര മോശമില്ല. എടാ ഞാൻ എന്ത് ചെയ്തിട്ട് നീ ഫോൺ കാണിച്ചാലും നീ വന്ന് നമുക്ക് വേറെ പരിപാടി ഉണ്ട്. എനിക്ക് എന്റെ അമ്മച്ചിയോട് എനിക്ക് വരാൻ പറ്റില്ല. അമ്മ പോയി